തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. അണ്ടർ 15 ഫുട്ബോൾ ടൂർണമെന്റ് വിജയികളെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. DKLM പല്ലാരിമംഗലം മേഖല സംഘടിപ്പിച്ച അണ്ടർ 15 ഫുട്ബോൾ ടൂർണമെന്റിൽ പല്ലാരിമംഗലം മേഖലയിലെ മദ്രസകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികളിൽ ആത്മീയ പുരോഗതി ഉണ്ടാകുന്നതിനോടൊപ്പം കായികശേഷി വർദ്ധിപ്പിക്കുക, മദ്രസ പ്രസ്ഥാനങ്ങളോട് പുതിയ തലമുറയ്ക്ക് താല്പര്യമുണ്ടാകുക എന്നീ ലക്ഷ്യത്തോടുകൂടിയാണ് ഇങ്ങനെ ഒരു ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ഈ കലയെ നാം വളരെ സ്നേഹത്തോടെ കാണുന്നതാണ്. 7 പേര് അല്ലെങ്കിൽ 9 പേര് അല്ലെങ്കിൽ 12 പേര് ഒരു ടീമായും അതുപോലെ 4 ടീമുകളായും കളികൾ കാണുവാൻ ആയിരക്കണക്കിന് ആളുകളാണ് ഇന്ന് കാണികളായി ഓരോ വേദികളെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയേറെ കാണാൻ മനോഹരമായതും കളിക്കുന്നവർക്ക് ആരോഗ്യപരമായും ബുദ്ധിപരമായും കായികപരമായും വികസനം നൽകുന്ന ഒരു കലയാണ് ഫുട്ബോൾ മേള. ഈ ഫുട്ബോൾ മേളയെ പല്ലാരിമംഗലം DKLM മേഖലാ കമ്മിറ്റി ഇതുപോലെ സംഘടിപ്പിച്ച് ഈ കുട്ടികൾക്ക് അതിനുള്ള പ്രചോദനം നൽകിയ ഈ കമ്മിറ്റിയെ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കുട്ടികളുടെ കായികപരമായ മത്സരത്തിൽ നജ്മുൽ ഖുദ മദ്രസ കൽരിക്കക്കണ്ടം വിന്നർ ആവുകയും ദാറുൽ ഉലൂം മദ്രസ ചെമ്പഴ റണ്ണറപ്പും നേടി. കുട്ടികളെയും മദ്രസാധ്യാപകരെയും മാനേജ്മെന്റിനെയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അടിവാട് ടൗണിൽ അനുമോദിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോതമംഗലം നിയോജക മണ്ഡലം യൂത്ത് വിംഗ് പ്രസിഡന്റ് PM ഷംജുലിൻ അധ്യക്ഷത വഹിച്ചു. സെൻട്രൽ ജുമാ മസ്ജിദ് ഇമാം ജാബിർ ഭാഗവി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ് പ്രസിഡന്റ് MM അലിയാർ വിദ്യാർത്ഥികളെ ആദരിക്കുകയും ചെയ്തു. ഏകോപന സമിതി വൈസ് പ്രസിഡന്റ് CH സിദ്ദിഖ്, KH മുഹിയുദ്ദീൻ, അർഷദ് മന്നാനി, ഷംജാദ് കോലത്ത്, അബ്ദുൽ കലാം, അബ്ദുൽ ഗഫൂൽ മിസ്ബാഹി, അബ്ദുൽ സമദ് ഭാഗവി, മുഹമ്മദ് അൻവർ ഭാഗവി, അബ്ദുൽ കരീം ഫൈസി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.